ഗൈസ് നമ്മളപ്പോൾ മീനെ പിടിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ കേട്ടാ. വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അതുപോലെ ലോങ് വീഡിയോ. ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കണത് തൃശ്ശൂരുള്ള ഒട്ടുമിക്ക പാടങ്ങളും ലേലെടുത്ത് പറ്റിക്കുന്ന ടീംസിന്റെ മീൻപിടുത്തം കാണാൻ വേണ്ടിട്ടാ. നല്ല നട്ടുച്ച സമയത്താട്ടാ നമ്മളവിടെ എത്തണേ. പാടത്തിന്റെ ഒത്ത നടുവിലായിട്ടാ നമ്മുടെ ഈ സ്പോട്ട് വരണേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കലുണ്ട്, വേറെ വഴിയില്ല. പോണ വഴിക്ക് സൈഡില് ചൂട് കാരണം ചത്തെടുക്കണ മീനുകളിട്ട് നിങ്ങൾ ഈ കാണണേ. ഒരു സൈസ് പിലോപ്പിയും വളരെ കുട്ടിയായിട്ടാ പടായിക്കണേ. നമ്മുടെ ക്ലൈമറ്റ് എന്താന്ന് ഈ മേഘങ്ങൾ കണ്ടാ മനസ്സിലാവൂട്ടാ. അങ്ങനെ നമ്മൾ അവല്ല അടുത്തേക്ക് എത്താറായിട്ടാ. സൈഡില് വല വെച്ച കാരണം നമ്മൾ ഈ ചളി കൂടെയായിട്ടാ നടക്കണേ. നമ്മൾ ഈ കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തത് സുരേഷ് ഏട്ടനാട്ടാ. പുള്ളിക്കാരനായിട്ടാ നമ്മുടെ ഫ്രണ്ട്ലി നടക്കണേ. അങ്ങനെ നമ്മൾ മീൻ പിടിക്കുന്ന സ്പോട്ടിലെത്തിട്ടാ. ഇവിടത്തെ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കണ തിരക്കില്ലാട്ടാ. ഇവരുടെ മീൻ പിടിക്കുന്ന രീതി എങ്ങനെയൊക്കെയാന്ന് സുരേഷ് ഏട്ടൻ ആ ഗ്യാപ്പിൽ നമുക്ക് പറഞ്ഞു തന്നൂട്ടാ. ഇക്കണ്ണ കണ്ടത്തിന്റെ രണ്ട് സൈഡിൽ ഇവര് വല വെക്കൂട്ടാ. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മീൻ ആട്ടി വരും. രണ്ട് സൈഡിലും വല വെച്ചാലും ഏതേലും മീൻ രക്ഷപ്പെടാണെങ്കിൽ ഏതേലും ഒരു വലയിൽ കുടുങ്ങൂട്ടാ. പിന്നെ ഏതേലും മീൻ ചെളിയിൽ പൂന്ന് കിടക്കണമെങ്കിൽ അവരിങ്ങനെയും പിടിക്കും. ഈ ചേട്ടന്മാർക്കൊക്കെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് നിന്ന് വല്ല മീൻ പിടുത്തം കണ്ടാ മനസ്സിലാവൂട്ടാ. പുള്ളിക്കാരൻ സിമ്പിൾ ആയിട്ടാ ഒരു പിലോപ്പിനെ പിടിച്ച കലത്തിലാക്കണേ. ഇവരിങ്ങനെ മീൻ പിടിക്കുമ്പോൾ ഒരു മെയിൻ ഗുണം എന്താന്ന് വെച്ചാ ഇവര് ഈ മീനെ തപ്പി പോണ വഴിക്കുള്ള ചെടികളൊക്കെ കയറ്റിട്ടാ. അതുകൊണ്ട് തന്നെ ഇനി പാടത്ത് വെള്ളം കയറ്റുമ്പോ വെള്ളത്തിന്റെ ഫ്ലോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവര് ഈ ചുരുങ്ങിയ സമയത്തോണ്ട് പിടിച്ച് കയറ്റിയ മീനുകളെ ഈ കാലത്തിൽ കാണാട്ടാ. സുരേഷ് ഏട്ടനാണെങ്കിൽ നമുക്ക് വല്ല മീൻപിടുത്തത്തിന്റെ രീതിയൊക്കെ ഡീറ്റെയിൽ ആയി കാണിച്ച് പറഞ്ഞു തരാട്ടാ. ഇവിടെ ഈ വല വെക്കണത് എന്തിനാന്നും വല വെച്ച് ഏതൊക്കെ തരത്തിലുള്ള മീനെ കിട്ടുന്നോട്ടാ പുള്ളിക്കാരൻ പറയണേ. നമ്മളാ വല സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു മീൻ പെടയുന്നുണ്ട് കേട്ടാ. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാട്ട് അത്യാവശ്യം സൈസുള്ള ഒരു കടു എന്ന് മനസ്സിലായ. ഇവന്റെ ചിലൊരു കാര്യം എന്നും പറയൂട്ടാ. എല്ലാ മീനെ പോലെയും പല നാട്ടില് പല പേരാട്ടോ അവന്. സിമ്പിളായിട്ട് പിലോപ്പിനെ പിടിക്കുന്ന ഒരു ഭാഗട്ടാ. നിങ്ങൾ ഫുള്ളായി കണ്ടോക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലൊരു പിലോപ്പിനായിട്ട് കിട്ടിയേക്കണ. അവരെ കെട്ടിവെച്ച കലത്തിന്റെ വായ ഭാഗം കണ്ട. ഒരു വട്ടം മീൻ അതിൻ്റെ ഉള്ളിൽ കടന്ന പിന്നെ രക്ഷപ്പെട്ട് എളുപ്പല്ലാട്ടാ. മീനിങ്ങനെ തപ്പി പിടിക്കാന്ന് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വെറൈറ്റി അനുഭവം കിട്ടത്. നമ്മുടെ വീഡിയോ ഫുള്ളായി കാണണമെങ്കിൽ നല്ല വെറൈറ്റി സൈസുള്ള മീനെ പിടിച്ച് കിട്ടുന്നത് കാണാട്ടാ. ആ ചോപ്പ് ഷർട്ടിട്ട ചേട്ടന് എന്തോ മീനെ കിട്ടിണ്ടാ. കുറച്ചു നേരമായിട്ട് പുള്ളിക്കാർ ആ ഭാഗത്ത് നനങ്ങളില്ലാട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ പുള്ളിക്കാരന് സൈസുള്ള ഒരു റോഹുവിനെ കിട്ടിണ്ടാ. റോഹുവിനൊക്കെ നമ്മൾ സാധാരണ വല വീശിയിട്ടും സ്പൈഡർ ഹുക്ക് ഇട്ടിട്ടൊക്കെ പിടിക്കാറ്. ജീവിതത്തിൽ ആദ്യമായിട്ടാ കൈ കൊണ്ട് പിടിക്കണൊക്കെ കാണണേ. ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടാ പുള്ളിക്കാരൻ നിസ്സാരക്കാരനല്ലാന്ന്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടിയായിട്ടാ നടക്കാൻ പോണേ. മീനുകളിലൊക്കെ പേടിപ്പിച്ചൊരു മുക്കിലേക്കാക്കും. എന്നിട്ട് അവസാനം നമ്മൾ ആ വല എടുക്കും. വീഡിയോ നിങ്ങൾ എന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കിട്ടാ. ഇങ്ങനെ മീൻ ആട്ടിപ്പോണന്റെ ഇടയ്ക്ക് നമുക്ക് മീനൊക്കെ പിടിച്ചു കിട്ടൂട്ടാ. അങ്ങനെയാട്ടാ നമ്മുടെ ഈ ബ്രോയ്ക്ക് നല്ല സൈസുള്ളൊരു മഞ്ഞേട്ടനെ കിട്ടിയ. ഇതെന്താ വാളെ? അല്ലല്ല അത് വായ വായ നോക്കി ഇവിടെ. ഇവിടെ വായ 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 ഇവിടെ വായ വായ വായ. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലാട്ടോ നമുക്ക് കിട്ടാൻ പോണ സൈസ് മീനുകൾ വരാൻ പോണേ. അതിനെ പിടിക്കാൻ വേണ്ടി മീനുള്ള ആട്ടണാട്ടാ നിങ്ങളീ കാണണേ. രണ്ടുപേര് സൈഡിലും ഒരാൾ നടുവിലായിട്ടാ മീനുള്ളാട്ടണേ. ഇങ്ങനെ വെള്ളത്തിൽ നല്ല ശക്തിയായിട്ട് അടിക്കുമ്പോ മീനുകളൊക്കെ പേടിച്ചൊരു മുക്കിക്ക് ഓടൂട്ടാ. അങ്ങനെ പേടിച്ചോണ്ട മീനുകളൊക്കെ നമ്മുടെ ഈ ചേട്ടന്മാര് വെച്ച വലയിൽ കയറിപ്പെടും. പെട്ടാ പിന്നെ എന്തുണ്ടാവുമ്പോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയുള്ള കുറച്ച് ഭാഗം നിങ്ങൾ തന്നെ കണ്ടോക്കിട്ടാ. ഗൈസ് ചേട്ടന്മാര് നേരത്തെ വെച്ച വല പൊക്കാൻ പോവാട്ടാ. അയവ പൊക്കിപ്പൊന്നൊരു മീൻ ചാടി. പക്ഷെ ഇതൊക്കെ ചെറുതാട്ടെ. ഇനി ചാടാൻ പോണ മീനെ നിങ്ങൾ കാണാൻ പോണല്ലോ. ഈ വലരെ രണ്ടറ്റ് ഇങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോ നടുവിലുള്ള മീനൊക്കെ പെടും. പിന്നെ നമ്മുടെ മീനുള്ള തല കുത്തി മറിഞ്ഞല്ലേ രക്ഷപ്പെടില്ലാട്ടാ.
നീ ഐഫോൺ എടുത്ത് മറ്റേ ഷോർട്സ് റൈപ്പിട്ടാ ഷോർട്സിന് വേണ്ടിട്ടുള്ളത്. പെട്ട മീനുള്ളൊക്കെ ഒരു സൈഡിലേക്ക് ആക്കണോട്ടോ നിങ്ങൾ ഈ കാണണം. വളരെ ഒരു അറ്റം പിടിച്ചിട്ട് എല്ലാ മീനും ഒരു ബുക്കിലേക്ക് ആക്കും. നോർമലി മീനുകളെ തൂങ്ങിട്ടോ. പിടിക്കണേട്ടാ. ആദ്യ വർഷത്തില് ഇവര് ബൈക്കുമ്പോ നമ്മുടെ ഈ വലയിൽ ഒരു സൈസും ചേറാൻ കയറി വിട്ടിട്ടാ. നമുക്ക് കിട്ടിയ ചേറാന്റെ സൈസ് ഒന്ന് കണ്ടു കിട്ടാ. എന്നിട്ട് അവൻ എത്ര കിലോ ഉണ്ടാവുന്ന ഗസ് ചെയ്ത് കമന്റ് ചെയ്യട്ടാ. ഞാനല്ല വിളിച്ചത്. അലക്കുണ്ടല്ലോ. മഞ്ഞട്ട പോണം കണ്ടിട്ട ബാക്കി വരുന്ന ചെറുമീനൊക്കെ നമ്മള് വെള്ളത്തേക്ക് തന്നെ പിടിച്ചിട്ടൂട്ടാ. അപ്പുറത്ത് വേറൊരു ചേട്ടൻ തപ്പി പിടിച്ച വാളേട്ട ഈ ചേട്ട കയ്യില്. അല്ലേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല സെറ്റ് ചെയ്യില്ലാട്ടാ. കണ്ടത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ മുറിച്ച പോലെ നമ്മള് വല സെറ്റ് ചെയ്യണം. ഒരു ചെറിയ ഭാഗത്ത് നിന്ന് കിട്ടിയ മീനുകളിട്ട് നേരത്തെ നിങ്ങൾ കണ്ടേ. ഇനിയും നമ്മുടെ കണ്ടങ്ങൾ നീണ്ടു നിവർന്നൊക്കെ എടുക്കാണ്. ഓരോ ഭാഗത്തു നിന്ന് കിട്ടുന്ന നല്ല വെറൈറ്റി മീനുകളെ കാണിച്ചു തരാട്ടാ. നമ്മൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഫുൾ ആയിട്ട് ഇടാൻ പറ്റാത്ത കാരണം നമ്മൾ എപ്പിസോഡ് വൈസ് ആയിട്ട് ഇട്ടാണ്. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യൂട്ടാ. നമ്മൾ ഈ വലിയ ഹൈറ്റിൽ കെട്ടാൻ കാരണം വേറെ ഒന്നല്ലാട്ടാ. ഇങ്ങനെ വെച്ചില്ലെങ്കിൽ നല്ല സൈസുള്ള മീനുകളൊക്കെ ഈസി ആയിട്ട് ചാടിപ്പോവും. അങ്ങനെ ചാടിപ്പോയ കമ്പനിക്ക് നഷ്ടാണേ. നമ്മുടെ ഈ ചാട്ടന്മാർക്കൊന്നും വെയിലൊന്നും ഒരു പ്രശ്നമല്ലാട്ടാ. നമ്മുടെ തൊട്ടപ്പുറത്തേക്കണ ചാടിന്റെ നല്ലൊരു സൈസംബരല്ലേ കിട്ടിയിട്ടാ. അപ്പൊ നമ്മുടെ മീൻ പിടുത്തത്തിന്റെ വീഡിയോ ഇവിടെ തീർന്നില്ലാട്ടാ. അടുത്ത വീഡിയോ എപ്പിസോഡ് വൈസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അതിൽ കാണുന്ന പോലെ നല്ല സൈസ് മീനുള്ള പിടിച്ചു കിട്ടുന്ന വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണട്ടാ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരണ വരെ ബൈ ഫ്രം ലൈഫ് ബൈറ്റ്സ്.